പ്രിയമുള്ളവരെ, വേദി 2-ൽ ഇപ്പോൾ ഭാവുകത്വത്തോട് പിണങ്ങുന്ന പുതിയ കാലം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട മനോജ് വെങ്ങാല. അയാൾ വെങ്ങാലയെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട VS അജിത്ത് സാറെ ആദരവോടെ സ്വാഗതം ചെയ്യാം. ഈ വിഷയത്തിൻ്റെ മോഡറേറ്ററെ ബഹുമാനപ്പെട്ട ശ്രീ ദിലീപ് V അവരുകളെ ആദരവോടെ ക്ഷണിക്കാം. ഈ നന്ദി പറയുന്ന അഷറഫ് കോറോത്ത് എന്നിവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ആരംഭിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ട സാഹിത്യ അനുരാഗികൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാവുകത്വത്തോട് പിണങ്ങുന്ന പുതിയ കാലം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനാമുഖമായിട്ട് ഞാനൊരു കഥ പറയാം. ഒരിടത്ത് ഒരു രാജാവ് ചെറുപ്പത്തിൽ പെട്ടെന്ന് അസുഖം വന്ന് വൈദ്യൻ പറഞ്ഞു ഇനി ഏതാനും മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകും. അപ്പോൾ രാജാവിൻ്റെ മകനാണെങ്കിൽ യുവരാജാവാണെങ്കിൽ ഇനി 16 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അയാൾക്ക് ഈ രാജ്യതന്ത്രമൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല. ഇനി അധികം സമയമില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീയാണ് രാജാവ്. അപ്പോൾ ഞാൻ രാജതന്ത്രം എന്ന് പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കുക, പുരസ്കാരങ്ങൾ കൊടുക്കുക. തിന്മ ചെയ്യുന്നവരെ ഗുണദോഷിക്കുക, ശിക്ഷിക്കുക. അപ്പോൾ ഈ 2 പോർട്ട്ഫോളിയോയാണ്. അപ്പോൾ നിനക്ക് പരിചയക്കുറവായതുകൊണ്ട് നീയും ഈ പരിചയമുള്ള വിദൂഷകനും കൂടി ചേർന്ന് ഭരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് മരിച്ചു. അപ്പോൾ രാജാവിൻ്റെ മകൻ ആലോചിച്ചു 2 കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കുക. മറ്റൊന്ന്, തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുക. അപ്പോൾ ഈ ശിക്ഷിക്കുന്നവരോട് ആൾക്കാർക്ക് വിരോധമാവും, ശത്രുത ഉണ്ടാവും. അതുകൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഞാൻ നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കുന്നത് ഞാൻ ചെയ്തോളാം, എന്നാൽ തിന്മ ചെയ്യുന്ന ശിക്ഷിക്കുന്നത് ഈ വിദൂഷകനെ ഏൽപ്പിക്കുക. അങ്ങനെ 2 പേരും കൂടെ പോർട്ട്ഫോളിയോ ഡിവൈഡ് ചെയ്ത് ഭരിച്ചു തുടങ്ങിയെന്നാണ് കഥ. അതിൻ്റെ അവസാനം എന്തായി എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത്, ഇന്ന് എൻ്റെ സുഹൃത്തുക്കളും കഥാകൃത്തുക്കളുമായിട്ടുള്ള മനോജ് വെങ്ങോലയും V ദിലീപും അഭിനന്ദിക്കാനും അവാർഡുകൾ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കുറ്റം പറയാം എന്ന് വിചാരിച്ചു, ഗുണദോഷങ്ങൾ പറയാം. അപ്പോൾ ശിക്ഷയില്ല, പക്ഷെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഭാവുകത്വത്തോട് പിണങ്ങുന്ന കാലത്തെക്കുറിച്ച് അതിൻ്റെ ചില ന്യൂനതകളാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇന്നത്തെ ആൾക്കാർ ഇവിടെ ലളിത വായനയിൽ അഭിരമിക്കുന്നു എന്നുള്ളതാണ്. ലളിത വായനയിൽ ഗൗരവമുള്ള നമ്മുടെ തലച്ചോറ്, നമ്മുടെ ശരീരത്തിൻ്റെ ആകെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 20% തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തലച്ചോറിന് അതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ ഭക്ഷണം ഇല്ലാതിരുന്ന കാലത്ത് 3 ലക്ഷം വർഷമായിട്ട് ആ ഓർമ്മകൾ ഉള്ളത് കൊണ്ട് പരമാവധി കുറഞ്ഞ വിനിമയം, ഏറ്റവും കുറഞ്ഞ ജോലി തലച്ചോറിനെ കൊണ്ട് എടുപ്പിക്കുന്നത് ശരീരത്തിന് പൊതുവെ ഇഷ്ടമാണ്. അതൊരു ഒരു പരിണാമപരമായ ഒരു ട്രെയ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ മസ്തിഷ്കത്തിന് ആയാസം കൊടുക്കാതെ അനായാസമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന കൃതികൾ വായിക്കുക, അല്ലെങ്കിൽ അതുമാതിരിയുള്ള റീലുകൾ കാണുക, അങ്ങനത്തെ ലളിത വായനയിൽ അഭിരമിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഭാവുകത്വത്തോട് ഈ കാലത്ത് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പിണക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷേ എന്നും ഉണ്ടായിട്ടുണ്ടാവും, പണ്ടും ഉണ്ടാവും. പക്ഷേ അത് ഗൗരവമായ സാഹിത്യത്തെ സംസാരിക്കുമ്പോൾ ഭാവുകത്വം ഉള്ള കൃതികളെയാണ് സാഹിത്യകൃതികളായി ഗണിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭാവുകത്വം ഉള്ളവരെയാണ് എഴുത്തുകാരായി ആൾക്കാർ ഗണിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ ഒരു ട്രെൻഡ് മാറി. ഇന്നൊരു കച്ചവടത്തിൻ്റെ ഒരു ലോകത്ത് ഭാവുകത്വം ഇല്ലാത്ത കൃതികളെ ആഘോഷിക്കുകയും അതിലേക്ക് ആൾക്കാരെ നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, വായനക്കാരന് ഈഗോ
ഹർട്ടാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് ആൾക്കാർ വായിക്കുമ്പോൾ നമുക്കറിയാത്തൊരു കാര്യം, നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം, നമുക്കറിയാത്തൊരു ഒരു അറിവാകട്ടെ, ഒരു ലാവണ്യ അനുഭൂതിയാകട്ടെ, അതൊരു എഴുത്തുകാരനിൽ നിന്നും കിട്ടാൻ വേണ്ടി നമ്മൾ എഴുത്തുകാരനെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു മകൻ ഒരു കുട്ടിയായിട്ട് നിന്നുകൊണ്ട് മുകളിലേക്ക് കുട്ടിത്തത്തോടെ നോക്കി കണ്ടിരുന്നു. ഞാനതിനെ ചൈൽഡ് ഈഗോ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. വായനക്കാരന് ചൈൽഡ് ഈഗോയും എഴുത്തുകാരന് ഒരു പാരൻ്റ് ഈഗോയും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വായിച്ച് വരുമ്പോൾ ആ വായനയിൽ നിന്ന് കിട്ടിയ പുതിയ അറിവ്, അനുഭൂതി വിശേഷം അനുഭവിക്കുമ്പോൾ വായനക്കാരൻ ഉയർന്ന് ഒരു അഡൾട്ട് ഈഗോ സ്റ്റേറ്റിലാവുകയും ആ സമയത്ത് എഴുത്തുകാരനും വായനക്കാരും തമ്മിലുള്ള പൊക്ക വ്യത്യാസം കുറഞ്ഞിട്ട് രണ്ടുപേരും അഡൾട്ട് ഈഗോ സ്റ്റേറ്റിലാവുകയും തമ്മിലൊരു സമാന്തരമായ വിനിമയങ്ങൾ സാധ്യമായിരുന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാവരും, ഈ എഴുത്തുകാർ എല്ലാവരും നിരൂപകരായി ഭാവിക്കുന്നൊരു സമയത്ത് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, വായനക്കാരന് ഒരു പാരൻ്റ് ഈഗോയാണ്. അയാൾ വളരെ കുനിഞ്ഞ് താഴോട്ട് നോക്കി ചൈൽഡ് ഈഗോയിലുള്ള അയാൾക്ക് ചിന്തിക്കാനാകുന്നതിനേക്കാളും കുറഞ്ഞ നിലവാരത്തിൽ ചിന്തിക്കുന്ന എഴുത്തുകാരനോടാണ് ഒരു ആഭിമുഖ്യം ഉള്ളതായിട്ട് കാണുന്നത്. അത് ഒരുപക്ഷെ ഭാവുകത്വത്തോടുള്ള ഇപ്പോഴത്തെ ഒരു കലഹമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഞാനൊരു നെഗറ്റീവായ ആസ്പെക്റ്റിലാണ് അത് പറഞ്ഞത്. കലഹത്തിന് പോസിറ്റീവായും നെഗറ്റീവായും നമുക്ക് രണ്ട് തലങ്ങളുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, വായനക്കാരനായിരിക്കുന്നത് ഒരു വലിയ പദവിയാണ് എന്ന് കരുതുന്നുണ്ട്. അയാൾ ചില നോർത്ത് ഇന്ത്യയിലെ സന്യാസിയെ പോലെ ഈ പട്ടുകോണകം എടുത്തിട്ട് എഴുത്തുകാരനെ തലയിൽ ചവിട്ടി അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു കലിങ്ങിൻ്റെ പുറത്ത് കയറി നിൽക്കുകയാണ്. അയാളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ വൈറലായി, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന നിലത്തിലേക്ക്, അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ടേക്കാം എന്ന നിലവാരത്തിലേക്ക് ഇപ്പോൾ ഒരു ഭാവുകത്വത്തിൽ ഒരു അബറേഷൻ ഉണ്ട് എന്ന ഒരു നിരീക്ഷണം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും തുടർന്ന് വേറെ ചില കുറ്റങ്ങളുമായിട്ട് വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനോജ് വേങ്ങലിലേക്ക് കഴിയും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെഷൻ്റെ വിഷയം ഭാവുകത്വത്തോട് കലഹിക്കുന്ന, പിണങ്ങുന്ന പുതിയ കാലം എന്നുള്ളതാണ്. കലഹം, പിണക്കം എന്നതിൽ തന്നെയുണ്ട് ഒരു നവീകരണം ആവശ്യപ്പെടൽ. കലഹം എപ്പോഴും ഉണ്ടായതിനു ശേഷം ആ അവസ്ഥയിൽ നിന്ന് ഒരു പരിഷ്കാരം ഉണ്ടാവും. കലഹിക്കുന്നത് നവീകരിക്കാൻ വേണ്ടിയിട്ടാണ്, പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് യോജിക്കാത്ത ഒന്നിനോട് നമ്മൾ കലഹിക്കുകയാണ്, പിണങ്ങുകയാണ്. അപ്പോൾ പുതിയ കാലം എപ്പോഴും പരിഷ്കരിക്കപ്പെടുന്നത് അതുവരെ നിലവിലുള്ള ഭാവുകത്വത്തോട് പിണങ്ങിക്കൊണ്ടാണ്, തങ്ങളുടെ കലഹം പ്രഖ്യാപിച്ചു കൊണ്ടാണ്. അത് സാഹിത്യത്തിലായാലും ചിത്രകലയിലായാലും സിനിമയിലായാലും എന്തുതരം വ്യവഹാരങ്ങളിലാണെങ്കിലും നിലവിലുള്ളതിനോട് കലഹിച്ചുകൊണ്ടാണ്. അങ്ങനെയല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്, കുറച്ചുകൂടി വെളിച്ചം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ കാലം എല്ലാ കാലത്തും പഴയ കാലത്തെ ഭാവുകത്വങ്ങളോട് പിണങ്ങിയിട്ടുള്ളത്. അത് സാഹിത്യത്തിലുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. നമ്മുടെ മലയാളം മാത്രം പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും, മലയാള ലിറ്ററേച്ചർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, എന്നും കലഹങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എപ്പോഴും കലഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അതിഗഹനമായ ദർശനങ്ങളെന്ന പേരിൽ അന്നത്തെ കാലത്ത് എനിക്ക് സാധ്യമായ വിധത്തിൽ ഞാൻ കഥകൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് വായിച്ച എൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ, നമ്മുടെ ജീവിത വ്യവഹാരങ്ങളെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള വിനിമയങ്ങളെയും ഈ കുറച്ചു കാലം കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചതിന് ശേഷം എഴുതിയപ്പോൾ എൻ്റെ എഴുത്ത്, എൻ്റെ കല നേർത്ത് വരുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ നേർത്ത് വരികയും കൂടുതൽ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അജിത്ത് സൂചിപ്പിച്ചതുപോലെ ലളിതവൽക്കരിക്കുകയോ അതിലളിതവൽക്കരിക്കുകയോ ചെയ്യുന്നതിലൂടെ കൂടുതൽ ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. എന്നാൽ അത് ജനപ്രിയ സാഹിത്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജനപ്രിയ കലയെ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് കൂടുതൽ ലളിതവൽക്കരിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളെ, കൂടുതൽ വായനക്കാരെ,
കൂടുതൽ മനുഷ്യരെ നമ്മുടെ കലയിലേക്ക് ആകർഷിക്കാൻ പര്യാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിദീർഘമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വരി ഒരു പേജാണ്, ഒരു വരി ഒരു പേജ്, അങ്ങനെ 5 വരി എഴുതി ഒരു കഥയാക്കി. 5 വരിയേ ഉള്ളൂ ആ കഥയിൽ. ആ കഥ ഞാൻ പത്രാധിപർക്ക് അയച്ചപ്പോൾ പത്രാധിപർ അത് സ്വീകരിച്ചില്ല. ഇത് നമുക്ക് ഇപ്പോൾ പറ്റിയ കഥയല്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എഴുതിയാൽ ആരും സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മതം. ഞാൻ എന്നിട്ട് വളരെ വിപണനം കുറഞ്ഞ ചെറിയൊരു ഓൺലൈൻ മാസിക അയച്ചു കൊടുത്തു. അവർ പ്രസിദ്ധീകരിച്ചുവെങ്കിലും അത് വായിച്ച എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഈ കഥ വായിച്ച് എനിക്ക് ശ്വാസം മുട്ടിപ്പോയി എന്നാണ്. ആ കഥ എഴുതിയതിന് ശേഷമാണ് ഞാൻ പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന അതിലളിതമായ ഏതൊരു കുട്ടിക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കഥ എഴുതി. പെരുമ്പാവൂർ യാത്രീ നിവാസ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും. അതിലളിതമായ അതിലോലമായ ഭാഷയിൽ ഏതൊരാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയതാണ്. ആ കഥയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കഥ എന്നാണ്. അതിൽ ജീവിതമില്ലാതില്ല, അതിൽ മനുഷ്യരില്ലാതില്ല, അതിൽ ഞങ്ങളുടെ പെരുമ്പാവൂരില്ലാതില്ല, പൊളിഞ്ഞുപോയ വ്യാപാരങ്ങളില്ലാതില്ല, മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത ചെങ്ങമ്പുഴയുടെ മകളില്ലാതില്ല. ഇവരൊക്കെ ആ കഥയിലുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ആഖ്യാനം, ഞാൻ ആ കലയെ സമീപിച്ചത് അതീവ ലളിതമായും ഹൃദയപരമായിട്ടുമായിരുന്നു. ഹൃദയപരമാർത്ഥതയോടെ ഞാൻ ഭാഷയെ, വാക്കുകളെ ഉപയോഗിച്ചത് കൊണ്ട് ആ കഥയ്ക്ക് കുറച്ച് കൂടുതൽ വായനക്കാരെ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ മേതിലിനെ വായിക്കും, മേതിലിനെ അറിയാൻ ശ്രമിക്കും. അതിഗഹനമായ ദർശനങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് മേതിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമുക്ക് ഭാവനയുടെ വലിയ ഒരു ഇടം മേതിലൊരുക്കി തരുന്നുണ്ട്. കെ.പി. നിർമ്മൽകുമാറിനെ പണ്ട് വായിക്കുമ്പോൾ വലിയ ഇടങ്ങളായിരുന്നു, വിശാലമായ തുറസ്സുകളായിരുന്നു, ഭാവനയുടെ വിശാലമായ തുറസ്സുകളായിരുന്നു അവർ തുറന്നിട്ട് തന്നത്. നമ്മളിപ്പോൾ മികച്ച സാഹിത്യം അല്ലെങ്കിൽ മികച്ച കല എന്ന് പറയുന്ന സ്വീകരിക്കുന്ന പലതും, നമ്മുടെ മുമ്പിലെത്തുന്ന പലതും അറിവുകളുടെ സമാഹാരമാണ്. അറിവുകൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കെന്തിനാണ് സ്വന്തമായി മൊബൈൽ ഫോണുള്ള നമുക്കെന്തിനാണ് ഇത്രയേറെ അറിവുകൾ? എനിക്ക് തോന്നുന്നു നമുക്കിനി ഈ അറിവുകളുടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടത് അനുഭൂതികളാണ്. അറിവുകളല്ല, സൗന്ദര്യാനുഭൂതികൾ ഹൃദയത്തിൽ സ്വാംശീകരിക്കുവാൻ ആവശ്യമായ പരായണക്ഷമത, കലാസ്വീകാര്യമായ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അറിവല്ല, അനുഭൂതിയാണ് ഒരു മനുഷ്യന് വേണ്ടത്. അവൻ്റെ ജീവിതത്തെ ഏറ്റവും തെളിച്ചമുള്ളതാക്കുന്നത്, ഏറ്റവും പ്രകാശമുള്ളതാക്കുന്നത്, ഏറ്റവും ഉയരമുള്ളതാക്കുന്നത് പണ്ടറിവായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിവല്ല, സാമാന്യേന അറിവല്ല, മറിച്ച് അനുഭൂതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജിത്ത് സൂചിപ്പിച്ചതുപോലെ ലളിതമായ വായനകൾ ആവശ്യമുണ്ട്, ഗഹനമായ ദർശനങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്താണ് സമൂഹം കൊണ്ടുപോയിട്ടുള്ളത്. എല്ലാ കാലത്തും എനിക്ക് അങ്ങനെയാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഈയിടെ അടുത്തിടെ ആരോ എഴുതി കണ്ടോ, മാങ്ങാട് രത്നാകരൻ സാറാണ്, അദ്ദേഹം എഴുതി കണ്ടോ, ലിറ്ററേച്ചറിന് ആദ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയ സുലി പ്രബോധ് എന്ന് മറ്റോ പറഞ്ഞ ഒരു റഷ്യൻ സാഹിത്യകാരനാണ് ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയത്. അന്ന് ടോൾസ്റ്റോയ് ഉണ്ടായിരുന്നു, ടോൾസ്റ്റോയ്ക്ക് കൊടുത്തില്ല. പക്ഷേ ആദ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയ ലിറ്ററേച്ചർ ജേതാവിനെ നമ്മൾ ആരും ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ രചനകൾ ഓർക്കുന്നില്ല, പേര് പരാമർശിക്കുന്നില്ല ഒരിടത്തും. എങ്കിൽ പോലും നമ്മുടെ അധ്യാപകർ ടോൾസ്റ്റോയിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിന്? യുദ്ധവും സമാധാനവും അല്ലെങ്കിൽ അന്നാ കരനീന എന്ന പേര് കേൾക്കാത്തൊരു കുട്ടി പോലും ഉണ്ടാവുകയില്ല, ഒരു വിദ്യാർത്ഥി പോലും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോബൽ പ്രൈസ് ആദ്യ ജേതാവായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ വിസ്മൃതമാവുകയും ടോൾസ്റ്റോയ് ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. മലയാളികളായ നമ്മൾക്കിടയിൽ നമ്മളെക്കാൾ മലയാളിയായി ടോൾസ്റ്റോയ് ഉണ്ട്. എങ്ങനെ അത് സാധ്യമായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഭാവുകത്വത്തോട് കലഹിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഭാവുകത്വത്തോട് പുതിയ കാലത്തെ ക്ഷണിച്ചുകൊണ്ട് കലഹിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കലഹമാണ് അന്നത്തെ മതമേലധ്യക്ഷന്മാരോട്, പ്രബുദ്ധത്തോട്, റഷ്യൻ സാമൂഹിക ജീവിതത്തോട് കലഹിച്ചതുകൊണ്ടാണ് ടോൾസ്റ്റോയ് ഇന്നും ഞാനിവിടെ ഇരുന്നുകൊണ്ട്, ഏറ്റവും എളിയവനായി ഞാൻ പോലും ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നത്. ടോൾസ്റ്റോയ് ജീവിക്കുന്നുണ്ട്. കലഹമാണ് അദ്ദേഹത്തിന് പുനർജന്മങ്ങൾ നൽകിയത്. തുടർന്ന് ദിലീപ് സംസാരിക്കും. നന്ദി. വടകരയിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സത്യത്തിൽ ലിറ്റററി സെഷനുകളിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ചിന്തിക്കുകയും തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ആദ്യ കഥ എഴുതി ഇവിടം വരെ എത്തിയ ഈ നിമിഷത്തിൽ ഒരിക്കൽ പോലും സിദ്ധാന്തം നോക്കി ഞാൻ കഥ എഴുതിയിട്ടില്ല. എനിക്ക് തിയറി നോക്കിയിട്ട് ഒരിക്കലും കഥ എഴുതാൻ അറിയുകയില്ല. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കഥ നന്നാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്.
പക്ഷേ ഇപ്പം എപ്പോഴും നമ്മൾ ഈ ചിന്തിക്കുന്നത് നമ്മുടെ ഈ വിഷയം എന്ന് വെച്ചാൽ ഭാവുകത്വവും കലയും കാലവും ഒക്കെ കടന്നു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളല്പം ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പഠിക്കുന്ന ഇത്തരം അവസരങ്ങളിൽ എനിക്ക് തോന്നുന്നു കാലഘട്ടം നമുക്ക് കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുക തന്നെ വേണം. ഒരിടയ്ക്ക് എനിക്കൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസിക്കുകൾ ഇപ്പോൾ അംഗീകരിക്കപ്പെടാത്ത പല രചനകളും പിന്നീട് ഏതെങ്കിലും കാലഘട്ടത്തിൽ വീണ്ടെടുത്ത് കൊള്ളും എന്നൊക്കെ. എന്താണെന്നറിയില്ല, ഇപ്പോഴെനിക്ക് അങ്ങനെയല്ല. ഇപ്പോഴാണ് ആൾക്കാർക്ക് കലയുടെ ആവശ്യം, നല്ല ഒരു കഥയുടെയും കവിതയുടെയൊക്കെ ആവശ്യം എന്ന് ഇപ്പോൾ കൊടുക്കേണ്ടത് ഇപ്പോൾ തന്നെ വേണം. അതവർ കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളെല്ലാവരും പറയുന്നുണ്ട്, വളരെ ഉപരിപ്ലവമായിട്ട് പല കൃതികളും ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലെ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഓരോ വായനക്കാരനും എഴുത്തുകാരനും ഓരോ മനുഷ്യനും കൂടുതൽ കൂടുതൽ ഏകാഗികളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു ബഹളം സൃഷ്ടിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി എല്ലാവരും, എഴുത്തുകാരും വായനക്കാരും എല്ലാവരും കൃത്രിമമായി ഈ കച്ചവട ചന്തയിൽ ഒരു ബഹളം സൃഷ്ടിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഓരോരുത്തരും കൂടുതൽ കൂടുതൽ ദുഃഖിതരായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് സാന്ത്വനവും ആശ്വാസവും വേണ്ടത് എന്താണെന്ന് ഇവർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വായനയിൽ പലപ്പോഴും അവർ തിരിഞ്ഞു പോകുന്നത് വീണ്ടും അവരുടെ പ്രിയപ്പെട്ട MTയിലേക്കും മാധവിക്കുട്ടിയിലേക്കും ബഷീറിലേക്കും ഒക്കെ ആയിപ്പോകുന്നു. ഇപ്പോഴത്തെ ഈ തിരക്ക്, ഇപ്പോഴത്തെ ഈ ബെസ്റ്റ് സെല്ലേഴ്സ് നമ്മൾ എടുത്ത് പറയുന്ന കൃതികളും ഒക്കെ നോക്കുമ്പോഴും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് പലരും കൊണ്ടു നടക്കും. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ കൃതികളൊക്കെ ഇവരെ സ്വാധീനിക്കും. ഇവരിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രിയപ്പെട്ട അവരുടെ കഥ അല്ലെങ്കിൽ അവരുടെ കവിത അവർ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ ഏറ്റവും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ആത്മവിശ്വാസം കുറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി വായനക്കാരുടേതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് ആൾക്കാരെങ്ങനെയാണത് എടുക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനത് പറയും. കാരണം ഒരു കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു നോവലോ ചെറുകഥയോ വായിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അത് സ്വന്തം കഴിവിൻ്റെ കുറവാണ്, സ്വന്തം ഭാവുകത്വത്തിൻ്റെ പ്രശ്നമാണ് എന്ന് സ്വയം ആശ്വസിപ്പിച്ച് സ്വയം ഡീഗ്രേഡ് ചെയ്ത് നന്നായിരിക്കും കേട്ടോ, ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഭീകരമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞ് കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം വായനക്കാർക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു സിനിമ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരാൾക്ക് സിനിമ നന്നായിട്ടില്ലെങ്കിൽ ഈ സിനിമ കൊള്ളില്ല എന്ന് അവൻ തുറന്ന് പറയും. പക്ഷേ വായനക്കാരനത് പറയില്ല. എല്ലാം എൻ്റെ പ്രശ്നമാണ്, എനിക്ക് വേണ്ടത്ര അറിവില്ലാതായിപ്പോയി എന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതൊക്കെയും ഈ പറഞ്ഞ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നിലനിൽക്കുന്ന ഈ ഒരു സ്നേഹരഹിതമായ, ഞാനത് എടുത്ത് പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, വല്ലാത്തൊരു സ്നേഹരഹിതമായ ഒരവസ്ഥ സമൂഹത്തിൽ കൂടിക്കൂടി വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ സെലിബ്രേഷനിലും ചെന്നപ്പെടുന്നതും. അതിൻ്റെ ഇടയിലാണല്ലോ പുസ്തകങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി വെക്കുന്നതും പുസ്തകത്തിന് മുമ്പേ എഴുത്തുകാരൻ ഓടുന്നതും പുസ്തകം തലയിൽ എടുത്തു പിടിച്ച് ഇതാ ഞാൻ എൻ്റെ പുസ്തകമായി വരുന്നു എന്ന് പറയുന്നത്. ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഭാവുകത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ എഴുതുന്നു എന്ന് പറയുമ്പോൾ കഠിനമായിട്ടുള്ള ഭാഷയുടെ കഠിനമായിട്ടുള്ള തൊലിക്കെട്ടി ഭേദിച്ച് അതിൻ്റെ എസൻസ് എടുക്കാനൊക്കെ ആൾക്കാർ ഇപ്പോൾ ശ്രമിക്കുമോ? ഇപ്പോൾ അധികം ജാടയുമായിട്ട് ഒരു നോവലോ കഥയോ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതാരെങ്കിലും കൈകൊണ്ട് തൊടുമോ? എനിക്കറിയില്ല. എന്തായാലും ഞാനധികം അങ്ങനെ കഷ്ടപ്പെടാൻ ഇപ്പോൾ ശ്രമിക്കില്ല. അതിനുള്ള സഹിഷ്ണുത എനിക്കിപ്പോഴില്ല എന്ന് തോന്നുന്നു. ഒരു നല്ലൊരു സുഹൃത്തിനോട് സംസാരിച്ചതിൻ്റെ ബാക്കിയായിട്ടേ ഞാനൊരു പുസ്തകം കൈകൊണ്ട് തൊടുന്നുള്ളൂ. ഈ ഒരു ഉത്തരവാദിത്വം എനിക്ക് കഥ എഴുതുമ്പോഴുമുണ്ട്. കഥ എഴുതുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഇത്തരം സെഷനുകൾ വന്നിരുന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഈ അവസരത്തിൽ ഞാൻ കോബ്ര ഇഫക്റ്റ് എന്നൊരു വാക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കോബ്ര ഇഫക്റ്റ് എന്ന വാക്കിൻ്റെ ഒരു എറ്റിമോളജി എടുക്കുകയാണെങ്കിൽ, പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് രാജസ്ഥാനിൽ ചില പ്രദേശങ്ങളിൽ ഈ പാമ്പ്, ഈ കോബ്ര മൂർഖൻ്റെ കടിയേറ്റ് അടിക്കടി ആൾക്കാർ മരിക്കും. വിഷം തീണ്ടി മരിക്കുന്ന എണ്ണം വളരെ കൂടിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തി. ഒരു മൂർഖൻ പാമ്പിനെ അടിച്ചുകൊണ്ട് കൊന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നവർക്ക് 5 രൂപ കൊടുക്കും. അങ്ങനെ ഇത് നടപ്പാക്കിയതോടുകൂടി ആൾക്കാർ പാമ്പിനെ കൊന്ന് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു.
അതോടുകൂടി കുറച്ച് ദിവസത്തേക്ക് ഈ പാമ്പ് ഈ വിഷം തീണ്ടിയുള്ള മരണം കുറഞ്ഞു വന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറ എല്ലാ ദിവസവും ധാരാളം ആളുകൾ മൂർഖൻ പാമ്പിനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അവരൊരു കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് 5 രൂപ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ സംഖ്യയാണ്. 100 രൂപയ്ക്ക് ഒരു പവന് 100 രൂപ പോലും വിലയില്ല. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ, ഈ ദരിദ്രരായ മനുഷ്യർ വീടുകളിൽ മൂർഖൻ പാമ്പിനെ വളർത്തുന്ന ഒരു കൃഷി ആരംഭിച്ചു. എന്നിട്ട് അതിനെ കൂട്ടിൽ വളർത്തി തീറ്റയൊക്കെ കൊടുത്ത് ഇത്തിരി വലുതാവുമ്പോൾ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഒന്നിനെ അടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കി 5 രൂപ മേടിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയാണോ അത് തുടങ്ങിയത് അതിൻ്റെ നേർവിപരീത ഫലം ചെയ്യുന്ന ഇത്തരം പ്രവണതകളെയാണ് അങ്ങനെ പിന്നീട് ഭാഷയിൽ കോബ്ര ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ നോട്ട് നിരോധിച്ച ഒരു പക്ഷേ ഒരു കോബ്ര ഇഫക്റ്റായിട്ട് വേണമെങ്കിൽ കരുതാമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ ഇക്കാലത്ത് ഒരുപാട് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ സാഹിത്യ സമ്മേളനങ്ങൾ, ലിറ്റററി ഫെസ്റ്റിവലുകൾ, ഓരോ പുസ്തകശാലയിലും ചർച്ചകൾ, ആഴ്ചതോറും ചർച്ച, ദിവസം തോറും ചർച്ച, മാസം തോറും ചർച്ച, ഇങ്ങനെ സാഹിത്യത്തെ പുഷ്ടിപ്പെടുത്താനും ഉത്തമ സാഹിത്യമില്ലാതെ വിഷം തീണ്ടിയ ആൾക്കാർ മരിക്കാതിരിക്കാൻ വേണ്ടി ധാരാളം പ്രവർത്തികൾ തുടങ്ങുമെങ്കിലും ഈ കോബ്ര ഇഫക്റ്റ് എന്നതുപോലെ ഇതിൻ്റെ എല്ലാ അനന്തരഫലമായിട്ട് ഈ ഭാവുകത്വമില്ലാത്ത കൃതികളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു, ഞാൻ ഈ ഭാവുകത്വം എന്ന വാക്ക് ഒരുപക്ഷെ ചിലർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടായിരിക്കും. ഭാവുകത്വം എന്ന് പറയുന്നത് വർത്തമാനകാലം എന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കരുതുന്നത് ഒരു ആധാരമെഴുത്തിനെ സാഹിത്യകൃതിയിൽ നിന്നും വേർതിരിക്കുന്ന എന്താണോ അതിൻ്റെ പേരാണ് ഭാവുകത്വം. ഒരു ബാങ്കിലെ ബാലൻസ് ഷീറ്റിനെ ഒരു നോവലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് എന്താണോ അതാണ് ഭാവുകത്വം. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ഒരു വൈദ്യശാസ്ത്ര കൃതി പോലും പാട്ടുരൂപത്തിൽ എഴുതിയിട്ടുണ്ട്, അഷ്ടാംഗഹൃദയം. ഇപ്പോൾ അഷ്ടാംഗഹൃദയത്തിന് ഒരു കവിതയിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണോ അതാണ് ഭാവുകത്വം. ആ ഭാവുകത്വത്തോട് ആണ് ഇപ്പോൾ കലഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു സാഹിത്യത്തിൻ്റെ ഒരു മൂല്യ ശോഷണമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് വ്യവസ്ഥിതിയോടുള്ള കലഹമായിട്ടോ അല്ലെങ്കിൽ എന്ന തരത്തിൽ തെറ്റിദ്ധരിച്ച് എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഭാവുകത്വത്തിലുള്ള ഈ ഒരു 1-2 പ്രസ്താവന സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു റൈറ്റർ പ്രസംഗിക്കുകയുണ്ടായി. എഴുത്തിൽ സാഹിത്യം വേണമെന്ന് ഇവിടെ ചിലർ വാശി പിടിക്കുന്നു. എന്തിനാണ് എഴുത്തിൽ സാഹിത്യം? എഴുത്തിൽ രാഷ്ട്രീയം പോരെ എന്ന്. അപ്പോൾ ഈ സ്ഥൂല രാഷ്ട്രീയ കൃതികൾ എഴുതുകയും അതിൻ്റെ കേവല രാഷ്ട്രീയം മാത്രം നോക്കി അതിനെ മാർഗിടുകയും അതിന് അവാർഡ് കൊടുക്കുകയും അതിനെ ആഘോഷിക്കുകയും, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ പാറമടയിൽ ചെന്ന് പാറ പൊട്ടിച്ച് ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ട് കണ്ണിൽ കരിങ്കൽ ചീല് കൊണ്ടിട്ട് എഴുതി എന്നതുകൊണ്ട് മാത്രം അതിനെ മഹത്തരമായിട്ട് വിചാരിക്കുക എന്ന തരത്തിലുള്ള പ്രവണതയുണ്ട്. അത് ഈ ഭാവുകത്വത്തിനോടുള്ള ഒരു നിഷേധാത്മകമായ ഒരു കലഹമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. മറ്റൊന്ന്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന പേരിൽ ആ വാക്കിൻ്റെ തന്നെ മൂല്യം, അത് ഒരു ഫാസിസ്റ്റ് വാക്കാണ് എന്ന് പോലും മനസ്സിലാക്കാതെ അതെന്തോ വലിയ ഒരു പ്രോലിറ്ററേറ്റിൻ്റെ ഒരു അവകാശം പോലെ തെറ്റിദ്ധരിച്ചിട്ട് എന്തെഴുതിയാലും അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ശരിയായില്ല, അതിനെ കറുപ്പെന്ന് പറയാൻ പാടില്ല, വെളുപ്പ് പറയാൻ പാടില്ല, സ്ത്രീ എന്ന് പറഞ്ഞുകൂടാ എന്ന തരത്തിലേക്ക് വേറൊരു കലഹമുണ്ട്. അതും സാഹിത്യത്തെ ഫിക്ഷനിൽ എങ്ങനെയാണ് ഒരു ഹീനനായ കഥാപാത്രം പറയുന്ന ഒരു വാക്ക് പോലും കോട്ട് ചെയ്തിട്ട് അതിനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. വേറൊന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷനാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകളുടെ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് പുരുഷൻ എഴുതാൻ പാടില്ല, അത് സ്ത്രീകൾ അംഗീകരിക്കില്ല. അത് ഈ പണ്ടൊക്കെ ഇപ്പോഴതില്ലെന്ന് തോന്നുന്നു. ഈ ചുമട്ട് തൊഴിലാളികളൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ ഈ സാധനം ഇറക്കണമെങ്കിൽ നിങ്ങൾ ഇറക്കാൻ പാടില്ല, ഞാൻ ഇറക്കിക്കോളും എന്ന് പറയുന്ന പോലെ ഈ പെണ്ണുങ്ങളുടെ കാര്യം എഴുതാൻ താനാരാ എന്ന പോലെയാണിപ്പോൾ എന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു സ്വത്ത് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട രചനകൾ എഴുതുമ്പോൾ ജന്മന റേഷൻ കാർഡ്, ആധാർ കാർഡ് പ്രകാരം ആ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ആ ജാതി വിഭാഗത്തിൻ്റെ ആളായിട്ട് ജനിച്ചിട്ടില്ലാത്ത ഒരാൾ എഴുതുകയാണെങ്കിൽ അതിനോട് കലഹിക്കുക.
ഇത്തരം കലഹങ്ങളെ നമ്മൾ കലഹമെന്ന വാക്ക് വളരെ വിശുദ്ധമായ അർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ജാതിക്ക് എതിരായിട്ടോ നടത്തിയ സാമൂഹിക വിപ്ലവങ്ങളെയും കലഹം എന്ന് വിളിച്ചത് കൊണ്ട് ഭാവുകത്വത്തോട് കലഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കൊള്ളാലോ, നല്ല ആശയമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടെങ്കിലും എൻ്റെ ധാരണ ഭാവുകത്വം എന്നത് ഒരു മഹത്തായ ആശയമാണ്. അതാണ് ഒരു എന്തെങ്കിലും ഒരു സാധനം എഴുതിക്കൊണ്ട് വരുന്നതിന് സാഹിത്യവും തമ്മിലുള്ള വ്യത്യാസപ്പെടുത്തുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് അതിൽ ഭാവുകത്വമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് വേണ്ട എന്ന തരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ, പിന്നെ അത് ജനാധിപത്യം പോലെ തെറ്റിദ്ധാരണ ഉണ്ടാകും. വോട്ടർ ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും എഴുത്തുകാരാകുന്നതിൽ ഏതോ ചിലർക്ക് വിരോധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അത് എഴുത്തിൻ്റെ ജനാധിപത്യത്തിന് കുറിച്ചല്ല ഞാനീ പറയുന്നത്. എഴുത്തിൻ്റെ ജനാധിപത്യവും നമ്മൾ എപ്പോഴും ഏത് ജനാധിപത്യവും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഭാവുകത്വമില്ലാതെ ഉള്ള കൃതികളെ ആഘോഷിക്കുകയും അത് ഭാവുകത്വമുള്ള രണ്ടിനെയും ഒരേ നുഖത്തിൽ കെട്ടുകയും ഒരേ ത്രാസിൽ അളക്കുകയും അതിൽ ഒക്കെ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു കാർഡിയോളജിസ്റ്റിനെ വോട്ടിട്ട് തീരുമാനിക്കുന്നത് പോലെ ഒരു റോക്കറ്റ് എഞ്ചിനീയറെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ വോട്ടിട്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ നോക്കി ചിരിച്ചതുകൊണ്ട് ഈ സയൻറ്റിസ്റ്റ് കൊള്ളാം എന്ന തരത്തിൽ ചിന്തിക്കാനിടയുള്ളത് പോലത്തെ പ്രവണത സാഹിത്യത്തിലുണ്ട്. റോക്കറ്റ് താഴെ വീഴുന്നത് പോലെ അല്ലെങ്കിൽ ഹൃദയം പൊട്ടി ആ മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നത് പോലെയുള്ള മരണം, സാഹിത്യം മരണപ്പെടുന്നത് നമ്മൾ ഗോചരാൽ അനുഭവിക്കാത്തത് കൊണ്ട് മാത്രം അത് തൽക്കാലം ക്ഷന്തവ്യമായി കരുതുന്നുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് ഇനി വീണ്ടും ഒരു സമയം കിട്ടിയാൽ ഒരു വരവ് കൂടെ വരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് മനോജ്. നന്ദി അജിത്. എഴുത്തുകാർ എഴുതി ഉണ്ടാക്കുന്നതാണ് സംസ്കാരം എന്നൊരു വിശ്വാസം എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട്. കൽപ്പറ്റ നാരായണൻ മാഷ് കോന്തല എഴുതിയത് കൊണ്ടാണ് കൽപ്പറ്റ ഉണ്ടായത്. മൂന്തേട്ടൻ മയ്യഴി പുഴയുടെ തീരങ്ങൾ എഴുതിയത് കൊണ്ടാണ് മയ്യഴി അവിടെ ഉണ്ടായത്. വിജയൻ സാറ്, ഒ.വി. വിജയൻ തസ്രാക്കിൽ പോയതും ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയതും കൊണ്ടാണ് തസ്രാക്ക് എന്ന ഗ്രാമമുണ്ടായത്, അവിടെ കരിമ്പനകൾ ഉണ്ടായത്. പൊറ്റക്കാട് എഴുതിയത് കൊണ്ടാണ് അതിരാണി പാടമുണ്ടായത്. അങ്ങനെ ഭാവുകത്വം പരിണമിച്ചു വരുന്ന വഴികൾ സംസ്കാരത്തിൻ്റെ അടരുകളുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ഞാൻ കരുതുന്നു. എഴുത്തുകാർ എഴുതി ഉണ്ടാക്കുന്നതാണ് സംസ്കാരവും ഭാവുകത്വവും. അതാണ് നമ്മുടെ വിശ്വാസം. ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ വിരൽ ചൂണ്ടുന്നത് അധികരിച്ചു വരുന്ന ഈ പുസ്തക പ്രളയത്തിലേക്കും പ്രസാധക സംരംഭങ്ങളിലേക്കും അന്തസാരശൂന്യമായ ആഴം കുറഞ്ഞ നിരുന്മേഷദായകമായ വായനയിലേക്കുമാണ് എല്ലാവരും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ പുസ്തകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? ഇത്രയേറെ എഴുത്തുകാർ എന്തിനാണ്? നമുക്ക് കുറച്ച് എഴുത്തുകാർ മാത്രം എഴുതിയാൽ മതിയല്ലോ. എന്തിനാണ് ഈ ആഴം കുറഞ്ഞ എഴുത്തുകൾ നമ്മൾ വായിക്കുന്നത്? ഈ പുസ്തകങ്ങൾ എന്തുതരം സാഹിത്യ ഭാവനയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ചോദ്യമാണ് നമ്മളെല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കുന്നത്. ഫേസ്ബുക്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ പടങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ ഫേസ്ബുക്കിൽ എഴുതി കൂട്ടുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭാവുകത്വം ഇത്തരം എഴുത്തുകളുമായി, ഈ പുസ്തകങ്ങളുടെ പ്രളയവുമായി, ഈ പ്രസാധക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. സത്യത്തിൽ പലചരക്ക് കടയിൽ പോയാൽ ഞാൻ 1/2 കിലോ തക്കാളിയേ വാങ്ങാറുള്ളൂ. അല്ലാതെ ആ കടയിലുള്ള മുഴുവൻ തക്കാളിയും ചാക്കിൽ കെട്ടി വീട്ടിൽ കൊണ്ടുപോകാറില്ല. പുസ്തകശാലയിൽ ചെന്നാൽ എനിക്ക് വായിക്കാൻ ഒരു കൽപ്പറ്റ മാഷുണ്ട്, ഒരു സുനിൽ പീളയിടമുണ്ട്, ഒരു മൂന്തേട്ടനുണ്ട്, ഒരു വിജയനുണ്ട്, ആനി എർണോയുണ്ട്, ബോർഹസ് ഉണ്ട്, മാർക്കേസ് ഉണ്ട്. എനിക്ക് എൻ്റെ എഴുത്തുകാരുണ്ട്. എൻ്റെ എഴുത്തുകാരെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന്, എൻ്റെ പുസ്തകം എന്താണെന്ന്, എൻ്റെ ഭാവന എന്താണെന്ന്, എൻ്റെ ഭാവനയെ ഉദ്ദീപിക്കുന്ന ഭാവുകത്വം എന്താണെന്ന് എനിക്ക് നിശ്ചയമായും ബോധ്യമുണ്ട്. ഞാൻ അവരെ മാത്രമേ പിന്തുടരുന്നുള്ളൂ. ഇത്രയേറെ പുസ്തകങ്ങൾ വന്നുകൊള്ളട്ടെ, ഇത്രയേറെ എഴുത്തുകൾ വന്നുകൊള്ളട്ടെ, ഇത്രയേറെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാം ഐഡികളും ഇത്രയേറെ ചുറ്റും നിന്ന് ബഹളം വെച്ചുകൊള്ളട്ടെ. ഞാൻ എൻ്റെ എഴുത്തുകാരനെ, ഞാൻ എൻ്റെ പുസ്തകത്തെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. ഞാൻ കഥകൾ എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കഥകൾ എഴുതിയിട്ടുണ്ട് എന്നല്ല, കഥകൾ എഴുതാൻ ശ്രമിക്കുന്ന ആളാണ്.
അങ്ങനെ എഴുതാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഞാൻ അഭിവാദ്യം ചെയ്യുന്നത്, ഞാൻ അഭിമുഖീകരിക്കുന്നത് എന്നേക്കാൾ പ്രതിഭയുള്ള, എന്നേക്കാൾ ഭാവനാശേഷിയുള്ള ഒരു വായനക്കാരനെയാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിലേക്കാണ് ഞാൻ എൻ്റെ വാക്കുകളുമായി ചെല്ലുന്നത്. അങ്ങിതൊന്ന് വായിച്ചു നോക്കൂ. ഇതിലെന്തെങ്കിലും മറ്റൊരു ഗ്രഹത്തെ, മറ്റൊരു സൗരയൂഥത്തെ അങ്ങേക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വായനക്കാരൻ്റെ പ്രതിഭയോട് ഞാൻ ചോദിക്കുകയാണ്. എന്നെ പുസ്തകങ്ങളുടെ പ്രളയം മോഹിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ എഴുത്തുകാരനെ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇത്രയേറെ പുസ്തകങ്ങൾ വന്നുകൊള്ളട്ടെ, ആർക്കെന്താണ് ഛേദം? ഞാൻ മംഗളം വാരികയിൽ ഒരുപാട് വർഷങ്ങൾ മംഗളം വാരികയിൽ ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്ത ആളാണ്. അനേക വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോരുകയാണ് ചെയ്തത്. മംഗളം വാരികയിൽ നിത്യവും വരുന്ന കവിതകൾ, കഥകൾ, നോവലുകൾ കുത്തിയിരുന്ന് വായിക്കുകയും അത് എഡിറ്റ് ചെയ്യുകയും ആവശ്യമുള്ളത് മാത്രം പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സഹപത്രാധിപരായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ചൊലിപ്പും തോന്നിയില്ല, എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. ഞാൻ ബോർഹസിൻ്റെ സമ്പൂർണ്ണ കഥകളും കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് മംഗളം വാരികയുടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ വിജയൻ്റെ കസാക്ക് കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് മംഗളം വാരികയിൽ ജോലി ചെയ്തിട്ടുള്ളത്. എന്ത് സംഭവിച്ചു? എനിക്ക് സംസ്കാരത്തിനൊന്നും സംശയം, ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ സാഹിത്യത്തെക്കുറിച്ച്, നമ്മളുടെ ഭാവനയെക്കുറിച്ച്, നമ്മുടെ സൗന്ദര്യാനുഭൂതികളെക്കുറിച്ച്? ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ആദ്യം ദിലീപാണോ ഇത്താണോ സൂചിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഴുതിയത് കൊണ്ട് എഴുത്തുകാരന് ചില സംഭവങ്ങൾ സംഭവിക്കും. ബഷീർ ജയിലിൽ പോയിട്ടുണ്ട്. കാരൂരിന് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്തിന്? ജോസഫ് മാഷിൻ്റെ കൈവെട്ടിക്കളഞ്ഞില്ലേ ഒരു ചോദ്യത്തിന്. അപ്പോൾ വാക്കുകൾക്ക് പ്രശ്നമുണ്ട് എന്ന് എഴുത്തുകാരന് അറിയാം. ഇതെഴുതിയാൽ പ്രശ്നമുണ്ടാകുമെന്ന് എഴുത്തുകാരനും അറിയാം, വായനക്കാരനും അറിയാം. ആ ബോധ്യമാണ് നമ്മുടെ സാഹിത്യത്തെ, നമ്മുടെ കലയെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജീവിത മാധ്യമങ്ങളെ, വിനിമയങ്ങളെ, വ്യവഹാരങ്ങളെ, നമ്മൾ പരസ്പരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അതിനെ നിശ്ചയിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ വീണ്ടും പറയുന്നു, എഴുത്തുകാരൻ എഴുതി ഉണ്ടാക്കുന്നതാണ് സംസ്കാരം. അതാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. പുസ്തകങ്ങളുടെ പ്രളയം ഒന്ന് മൂടിപ്പോയാലും വായനക്കാരൻ്റെ പ്രതിഭയെ മാനിക്കുന്ന എഴുത്തുകൾ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിലീപ് സംസാരിക്കും. മനോജ് പറഞ്ഞത് തന്നെയാണ് എനിക്ക്. കാരണം മനോജിൻ്റെ പെരുമ്പാവൂർ യാത്രാ നിവാസ് വായിച്ചപ്പോൾ എനിക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ടായത്. കാരണം അത് ഒരുപാട് കഥകളുടെ ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്താണ് ആ കഥ വായിച്ച് എനിക്കൊരു എൻ്റെ പ്രിയപ്പെട്ടൊരു കഥയായിട്ടത് എടുത്ത് വെച്ചത്. അത് അങ്ങനെ അങ്ങ് ചേർന്ന് വന്നതാണ്. അപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു കോവിഡ് കാലം കഴിഞ്ഞ ഒരു സമയത്താണ് ആ കഥ വരുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ കാലത്ത് ഇപ്പോൾ നേരത്തെ അജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. എന്ത് പുള്ളി പറഞ്ഞതാണ്, ഒരു സ്ഥലത്ത് ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഇവിടെ ഞങ്ങളാണ് ചുമട്ടുതൊഴിലാളി, ഇവിടെ നിങ്ങൾ പുറമേ നിന്ന് വന്ന ആൾക്കാരെ കൊണ്ട് ലോഡ് ഇറക്കാൻ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും സാഹിത്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം നമുക്ക് നേരെ ചൊവ്വേ ഒരു കാര്യം പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്നറിയാം. നമുക്കും നമ്മൾ എഴുതിയത് തൃപ്തിയായി. പക്ഷേ അടുത്ത സ്റ്റെപ്പ് ഇതിനെ ദുർഗ്രഹമാക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വരുന്നത്. പിന്നെ അവിടെ ഇരുന്നിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുക ഇയാളുടെ പേര്, ഇതിൽ എത്ര പേരാണ് ഹിന്ദു, എത്ര പേര് മുസ്ലിം, എത്ര പേര് ക്രിസ്ത്യൻ, അതിലൊരു ജാതി സംവരണം, മതസംവരണമൊക്കെ നമ്മൾ തന്നെ എഴുതിയ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരൊക്കെ നോക്കി അവർക്ക് അവരുടെ ജീവിത സാഹചര്യം, മറ്റു കാര്യങ്ങൾ, ഇനി അങ്ങനെ ഇതൊന്നുമില്ലാതെ എഴുതി കഴിഞ്ഞാൽ പോലും ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ സന്നദ്ധരായിട്ട് ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു തമാശയാണ്. അത് ആരും അറിയാതെ എല്ലാ കാലത്തും ഉണ്ടത്. അത് ഇങ്ങനെ നടക്കും. അവരവരുടെ പണി ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും മര്യാദയ്ക്ക്. അതായത് എന്താണ് ഉദ്ദേശിച്ചത് അതിൽ നേരെ ചൊവ്വേ പറഞ്ഞ ആ അർത്ഥം വേണ്ട. അതിലെ കുനിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടി, സന്തോഷമായി, ഹാപ്പിയായി, വീട്ടിൽ പോവാം. ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വായനാ സമൂഹം വന്നിരിക്കുന്നു. എല്ലാവരും അല്ല കേട്ടോ. വായനാ സമൂഹം എന്ന് പറയുന്നത് പെട്ടെന്നങ്ങൊരു പറഞ്ഞങ്ങ് പോകുന്ന മാത്രമാണ്. പക്ഷേ നേരത്തെ മനോജ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേണ്ടത് ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്ന ഒരു പ്രവണത അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട്, എല്ലാവർക്കും ഉണ്ട്, വായനക്കാർക്കുണ്ട്, എനിക്കുണ്ട്. എനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാർ, ഞാൻ പേരൊന്നും പറയില്ല, ഉണ്ട്, അതിൻ്റെ പേഴ്സണലാണ്. അപ്പോൾ അത് ചില എഴുത്തുകാർ മികച്ച എഴുത്തുകാരെ, പക്ഷേ എനിക്ക് പറ്റില്ല, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നേരെ തിരിച്ചും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമില്ലെങ്കിൽ ആ കഥ അച്ചടിച്ച പേജുകൾ ഒഴിവാക്കി അടുത്ത കഥ വായിക്കാം, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ജനാധിപത്യ ചിന്താഗതിയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മളെ ബാധിക്കില്ല. ഇങ്ങനെ ഒരു ഭാവുകത്വം, ഇങ്ങനെ ഒരു ചിന്താഗതി ഒക്കെയും വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി മുഴുവൻ തലയിലേറ്റി കഴിഞ്ഞ് എഴുത്തുകാരൻ എഴുതുന്നത് മുഴുവൻ വേറെ എന്തെങ്കിലും
സംഗതിയായി പോവും. കഥയുടെ ഒരു ജൈവികതയും സന്തോഷമൊക്കെ അവിടെ ഇല്ലാതായി പോവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാരം എടുത്തായി പോവും. ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളും എല്ലാ സന്തോഷവും പ്രണയവും കുസൃതിയും എല്ലാം ചേരുമ്പോഴല്ലേ അതിനൊരു കഥയുടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അത് ഒരു ഭാവുകത്വവും നഷ്ടപ്പെടുത്തരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനുബന്ധമായിട്ടൊന്ന് പറയാൻ, ഈ ദൃശ്യത ലഭ്യത എങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്, വിസിബിലിറ്റിയും അവൈലബിലിറ്റിയും. അപ്പോൾ എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പെൺകുട്ടി ഈ ലോകത്ത് എവിടെയോ ഉണ്ട്, പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ ദൃശ്യതയിൽപ്പെട്ട ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതേപോലെ എനിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു സുഹൃത്ത് ഈ ലോകത്ത് എവിടെയോ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായത് എവിടെ ഇരുന്നാലും കണ്ടെത്തപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ദൃശ്യതയുടെയും ലഭ്യതയുടെയും ഒരു ഓളം ഈ ഭാവുകത്വത്തിൽ വളരെ പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇനി പ്രിയ സദസ്യർക്ക് എന്തെങ്കിലും ചോദ്യമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ പറയാൻ കൊടുക്കാമെന്ന് വിചാരിക്കും. ഹലോ, അദ്ദേഹത്തോടാണ് ചോദ്യം. ഞാനിവിടെ കടന്നു വരുമ്പോൾ കേട്ടത് സംസ്കാരം എഴുത്തുകാരാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഈ കൾച്ചർ സംസ്കാരം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം ഇദ്ദേഹം. വടകര പോലെയുള്ള ഒരു മണ്ണിൽ വെച്ച് കൾച്ചർ ഉണ്ടാക്കുന്നത്, സംസ്കാരം ഉണ്ടാക്കുന്നത് എഴുത്തുകാരനാണെന്ന വിഡ്ഢിത്തം പറയുന്നത് നിർത്തണം. ഒരു സാമാന്യമായ ചോദ്യമാണെന്ന് കരുതുന്നു. എഴുത്തുകാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. അവർ അത് വാക്കുകൾ കൊണ്ട് കഥയായോ നോവലായോ അദ്ദേഹത്തിന് കലയായോ പറയുന്നു, അല്ലെങ്കിൽ എഴുതി കാണിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുകയല്ലേ, സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുകയാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും അവർ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എഴുത്ത് ഒരു സ്നേഹമാണ്, ഒരു കൊടുക്കൽ വാങ്ങലാണ്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ വീണ്ടും പറയുന്നു, എഴുത്തുകാരൻ ഈ സംസ്കാരത്തിൽ ഇടപെടുന്നുണ്ട്. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു വെക്കുന്നു. പിന്നെ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞതാണ് കറക്റ്റാണ്. അല്ല, നമ്മുടെ വിഷയവും അദ്ദേഹത്തിൻ്റെ ചോദ്യവും എൻ്റെ മറുപടിയും കൃത്യമാണ്. ഭാവുകത്വങ്ങളോട് കലഹിക്കുന്നതാണ് പുതിയ കാലം. ഭാവുകത്തോട് പിണങ്ങുന്ന പുതിയ കാലം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിച്ച ചെറുകഥാകൃത്തുക്കളായ മനോജ് വെങ്ങോല, VS അജിത്ത്, ദിലീപ് പി എന്നിവർക്ക് വടകര കടത്തനാട് ഫെസ്റ്റിവലിൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ ഈ സദസ്സ് ധന്യമാക്കിയ മുഴുവൻ ആളുകൾക്കും കൾച്ചറൽ ഫെസ്റ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.